കൊച്ചിയുടെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്നാണ് മട്ടാഞ്ചേരി. പട്ടണ മധ്യത്തിൽ നിന്നും 9 കിലോമീറ്റർ മാറിയാണ് മട്ടാഞ്ചേരി സ്ഥിതി ചെയ്യുന്നത്. മട്ടാഞ്ചേരിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചരിത്രത്തിന്റെ കാലൊച്ചകൾ നിങ്ങൾക്ക് കേൾക്കാം. പൗരാണികതയുടെ കുളമ്പടി നാദങ്ങൾ മുഴങ്ങിക്കേൾക്കാം. പൂർവ്വ സൂര്യകളുടെ വായ്ത്താരികൾ കാതിലോടിയെത്തും. നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ ജൂതജീവിതങ്ങളും കൊങ്കണി സംസ്കാരവും ഗുജറാത്തി വ്യാപാരങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും. സംസ്കാര സമന്വയങ്ങളുടെ വർണ്ണചിത്രങ്ങൾ വലിയ കാൻവാസിൽ നിറഞ്ഞുവരും. സിനഗോഗും ജൂതത്തെരുവും കൂനൻ കുരിശ് പള്ളിയും ഗുജറാത്തി തെരുവും ജൂത പട്ടണവും ജെയിൻ ക്ഷേത്രവും മട്ടാഞ്ചേരി ഡച്ച് പാലസുമൊക്കെ ചരിത്രത്തിന്റെ മായാത്ത മുദ്രകളായി അവശേഷിക്കുന്നത് വലിയ അമ്പരപ്പോടെയും അത്ഭുതത്തോടെയും നാം നോക്കിക്കാണും. എത്രയോ രാജവംശങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധകാഹളങ്ങൾ, പടഹധ്വനികൾ, പടയോട്ടങ്ങൾ, ചതികൾ, യുദ്ധത്തിൽ ജീവിതങ്ങൾ നഷ്ടമായവർ, അവരുടെ കുടുംബങ്ങൾ, പഴയകാല സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ, കാളവണ്ടിയും കുതിരവണ്ടിയും ചങ്ങാടങ്ങളും വഞ്ചികളുമൊക്കെ അരങ്ങുവാണിരുന്ന നൂറ്റാണ്ടുകൾ. അന്നും ഒട്ടേറെ ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണീരും വിശപ്പും ലാളനകളും ഉണ്ടായിരുന്നു. പാട്ടും കലകളും ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും കാലഘട്ടങ്ങൾ, കൊച്ചി രാജവംശവും കോട്ടകളും പടയോട്ടങ്ങളും. കാലം ഏറെ മാറിപ്പോയി. പഴമയെല്ലാം ഓർത്തെടുക്കാൻ പോലും സാധ്യമാകാത്ത വിധത്തിൽ പുഴയിലൂടെ വെള്ളം ഏറെ ഒഴുകിപ്പോയി. പക്ഷേ മട്ടാഞ്ചേരിയുടെ തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഗതകാല സ്മരണകളുടെ തിരകൾ ഇരമ്പിയെത്തും. കാലം അവശേഷിപ്പിച്ചു പോയ സ്മാരകങ്ങൾ ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. നാം ഭൂതകാലത്തിലോ വർത്തമാനകാലത്തിലോ ഇന്ന് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ സങ്കീർണമായ ഒരു സമസ്യയിൽ പെട്ടുപോകും. കാലം അപ്പോൾ നിശ്ചലമാകും. മൺമറഞ്ഞ മുന്നാത്മാക്കളുടെ നിലവിളികൾ അതിൽ വന്നുപതിക്കും. ഈ പ്രകേളികയാണ് പഴയ സ്മാരകങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ അസ്തിത്വം, ഇതാണ് നമ്മുടെ ഓർമ്മകൾ, ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പിൻവിളികളും. ജൂത തെരുവിലൂടെ ഒരു നടത്തം, ടൈൽ പാകിയ നിരത്തിലൂടെ പഴയ കെട്ടിടങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കണ്ടുകൊണ്ടൊരു നടത്തം. നൂറ്റാണ്ടുകൾ പിറകിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും ഈ സഞ്ചാരം. സിനഗോഗും ഡച്ച് കോട്ടയും മട്ടാഞ്ചേരി പാലസും ജൈന ക്ഷേത്രവും ക്ലോക്ക് ടവറും സ്പൈസ് മാർക്കറ്റും കൊച്ചിൻ തിരുമല ദേവസ്വം ക്ഷേത്രവുമൊക്കെ കണ്ടുകൊണ്ടൊരു നടത്തം. കലാരൂപങ്ങളുടെയും ആന്റിക് സാധനങ്ങളുടെയും ചിത്രപ്പണികളുടെയും വലിയ ശേഖരങ്ങൾ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടവ വാങ്ങിക്കൊണ്ടൊരു കറക്കം. വർണ്ണാഭമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ആ നിരത്തിലൂടെ അങ്ങനെ നീങ്ങുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തിരതള്ളൽ മനസ്സിലുണ്ടാകും. ആടുമാടുകളെ കശാപ്പ് ചെയ്ത് വിൽപ്പന നടത്തിയിരുന്ന ഒരുപാട് പേർ ഇവിടെ ഉണ്ടായിരുന്നെന്നും അങ്ങനെ മട്ടൻ ചേരി പിന്നീട് മട്ടാഞ്ചേരി ആയെന്നുമാണ് കരുതുന്നത്. കൊങ്കിണി സമുദായത്തിന്റെ കുടിയേറ്റത്തിന്റെ ചരിത്രവും മട്ടാഞ്ചേരിക്കുണ്ട്. കൊങ്കൺ കോസ്റ്റിൽ പ്രധാനമായും വ്യാപിച്ചു കിടന്നിരുന്ന സമുദായമായിരുന്നു കൊങ്കിണി സരസ്വതി ബ്രാഹ്മിൻസ്. 12ാം നൂറ്റാണ്ട് മുതൽ വ്യാപാര ആവശ്യങ്ങൾക്കായി കൊങ്കിണി സമുദായം കൊച്ചിയിൽ വരാൻ തുടങ്ങി. എങ്കിലും 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ഗോവ ആക്രമിച്ചതോടെയാണ് വൻതോതിൽ ഈ സമുദായം കൊച്ചിയിലെത്താൻ തുടങ്ങിയത്. കൊച്ചി രാജാവ് ഇവർക്ക് ആവശ്യമായ മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. സ്വന്തം നാടിനെ പോലെ കണ്ട് അവർ അവിടെ വികസിക്കാൻ തുടങ്ങി. അവരിൽ നിന്നും ഒട്ടേറെ പണ്ഡിതന്മാരും കലാകാരന്മാരും കച്ചവടക്കാരും ഭരണകർത്താക്കളും ഉണ്ടായി. ഒരുപാട് തലമുറകൾ അവർ ഇവിടെ തന്നെ ഈ മണ്ണിന്റെ മക്കളായി ജീവിച്ചു മരിക്കുകയും ചെയ്തു. 16ാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാവ് അവർക്ക് കൊടുത്ത സ്ഥലത്ത് അവർ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു.
അതാണ് തിരുമല ദേവസ്വം ക്ഷേത്രം. കൊങ്കണി സമുദായത്തിൽപ്പെട്ട ഒട്ടേറെ കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ അധിവസിക്കുന്നുണ്ട്. കച്ചി മുസ്ലിംസ് അഥവാ കച്ചി മേമൻസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗവും ഈ ഭാഗത്തുണ്ട്. ഗുജറാത്തിലെ കച്ച് ഭാഗത്തു നിന്നും വാണിജ്യ വ്യാപാര ആവശ്യം കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കൊച്ചി, ആലപ്പുഴ ഭാഗങ്ങളിലേക്ക് വന്ന കൂട്ടരാണിവർ. പ്രധാനമായും 18-19 നൂറ്റാണ്ടുകളിലായിരുന്നു ഇവരുടെ ഈ ഭാഗങ്ങളിലേക്കുള്ള കുടിയേറ്റം. കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഈ കൂട്ടർ പിന്നീട് ഇവിടെ തന്നെ വികസിച്ച് സ്ഥിരതാമസമാക്കുകയും ചെയ്തു പോന്നു. പരദേശി സിനഗോഗ് ഏറ്റവും പ്രാചീനമായ സിനഗോഗാണിത്. 1568 കൊച്ചിയിലെ മലബാർ യഹൂദ സമൂഹമാണ് ഈ ജൂത പള്ളി പണി കഴിപ്പിച്ചത്. കൊച്ചി ജൂത സിനഗോഗ് എന്നും മട്ടാഞ്ചേരി സിനഗോഗ് എന്നും ഇതറിയപ്പെടുന്നു. കൊച്ചി രാജാവ് ജൂത സമുദായത്തിന് ദാനം നൽകിയ സ്ഥലത്തെ ഈ സിനഗോഗിനും കൊട്ടാരത്തിലെ അമ്പലത്തിനുമിടയിൽ ഒറ്റ മതിലേയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. 1568 അക്കാലങ്ങളിൽ സമ്പന്നരായ ജൂത സമൂഹം ഉണ്ടാക്കിയതാണ് മട്ടാഞ്ചേരി സിനഗോഗ്. ദശകങ്ങൾക്ക് മുമ്പ് സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും കൊച്ചിയിലേക്ക് കുടിയേറിയ ജൂത സമൂഹമായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നത്. 1662 വലിയൊരു തീപിടുത്തത്തിൽ സിനഗോഗ് നശിപ്പിക്കപ്പെട്ടു. എങ്കിലും ഡച്ചുകാരുടെ വരവോടെ ജൂത സമൂഹം വീണ്ടും അഭിവൃദ്ധിയിൽ എത്തിച്ചേർന്നു. 1663 സിനഗോഗ് പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്തു. റെക്ടാങ്കുലർ ഷേപ്പിൽ വെള്ള നിറത്തിലുള്ള സിനഗോഗിന്റെ മേൽക്കൂര ടൈൽ പതിച്ചതാണ്. ഉരുക്കിയ ഇരുമ്പ് കൊണ്ടുള്ള പടിവാതിലിൽ ദാവീദിന്റെ നക്ഷത്ര ചിഹ്നത്താൽ അലങ്കരിച്ചിട്ടുണ്ട്. ഡച്ച് മാതൃകയിലുള്ള ക്ലോക്ക് ടവറിൽ 4 രീതിയിലുമുള്ള അക്കങ്ങളുണ്ട്. ഹീബ്രു, റോമൻ, മലയാളം, അറബിക് അക്കങ്ങൾ രേഖപ്പെടുത്തിയ ക്ലോക്ക് 18-ാം നൂറ്റാണ്ടിലെ ഡച്ചുകാരുടെ പ്രധാന വ്യാപാരിയായ എസാക്കിയേൽ റഹാബയുടെ സംഭാവനയായിരുന്നു. 1555 പണി കഴിപ്പിച്ച് കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകിയതാണ് മട്ടാഞ്ചേരി കൊട്ടാരം. 1498 കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് വന്നിറങ്ങിയ പോർച്ചുഗീസ് സഞ്ചാരി വാസ്കോഡ ഗാമയെ കൊച്ചി രാജവംശം സ്വാഗതം ചെയ്തിരുന്നു. സാമൂതിരി രാജവംശത്തിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയ കൊച്ചി രാജവംശം പോർച്ചുഗീസുകാരുടെ സഹായം തേടിയിരുന്നു. ആയതിനാൽ തന്നെ അവർക്ക് പണ്ടകശാലകൾ പണിയാനും മറ്റ് സൗകര്യങ്ങളും കൊച്ചി രാജവംശം ഏർപ്പാടാക്കിയിരുന്നു. 1663 ഡച്ചുകാർ ഈ കൊട്ടാരം പുതുക്കി പണിതതോടെ ഡച്ച് പാലസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും ഒട്ടേറെ ചുവർ ചിത്രങ്ങളും ഇവിടെയുണ്ട്. കൊച്ചിൻ രാജവംശം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലായിരുന്നു. 11-ാം നൂറ്റാണ്ട് വരെ ചേര രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു കൊച്ചി രാജവംശം. 12-ാം നൂറ്റാണ്ടിൽ മഹോദയപുരം ചേര വംശത്തിന്റെ അധപതനത്തോടെ പെരുമ്പടപ്പ് സ്വരൂപവും മറ്റ് രാജവംശങ്ങളും സ്വതന്ത്ര രൂപത്തിലുള്ള രാജവംശങ്ങളായി തീർന്നു. എങ്കിലും പോർച്ചുഗീസ് കച്ചവടക്കാരുടെ വരവോടെയാണ് കൊച്ചിൻ രാജവംശത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം പ്രമുഖമാകുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ കൊച്ചി രാജവംശത്തിന്റെ തലസ്ഥാനം കൊടുങ്ങല്ലൂർ ആയിരുന്നു. ആ നൂറ്റാണ്ടിലെ ഭീതിതമായ പ്രളയത്തെ തുടർന്ന് 1341 തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റപ്പെട്ടു. 15-ാം നൂറ്റാണ്ടോടെ കോഴിക്കോട് കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന സാമൂതിരി രാജവംശം പ്രബലരാവുകയും പലവട്ടം പെരുമ്പടപ്പ് സ്വരൂപത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. തങ്ങളുടെ അധീശത്വവും സ്ഥലങ്ങളും നഷ്ടമാകുന്നത് കൊച്ചി രാജവംശം അതീവ ജാഗ്രതയോടെ നോക്കിക്കണ്ടു. ഇടപ്പള്ളിയും കൊടുങ്ങല്ലൂരും സാമൂതിരിക്ക് അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോർച്ചുഗീസുകാരുടെ ആഗമനം. ഉണ്ണി ഗോദവർമ്മ രാജാവ് പോർച്ചുഗീസുകാരെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. തങ്ങളുടെ നഷ്ടപ്രതാപവും കരുത്തും സ്വാതന്ത്ര്യവും നിലനിർത്താൻ വെള്ളക്കാരുടെ സഹായം അനിവാര്യമാണെന്ന് കൊച്ചി രാജവംശത്തിന് ബോധ്യപ്പെട്ടു. 1500 ഡിസംബർ 24 കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് സംഘത്തിന്റെ തലവൻ പെദ്രോ ആൽവറസ് കബ്രാളുമായി കൊച്ചി രാജവംശം ഉടമ്പടിയുണ്ടാക്കി. സാമൂതിരി രാജവംശത്തിനെതിരെ സംയുക്തമായി നീങ്ങാനായിരുന്നു ആ സന്ധി. അതിൻ പ്രകാരം രാജവംശത്തെ സംരക്ഷിക്കാൻ ഒട്ടേറെ കോട്ടകൾ പലയിടങ്ങളിലായി പോർച്ചുഗീസുകാരുടെ മേൽനോട്ടത്തിൽ ഉയർന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാനുവൽ കോട്ട. ഏതാണ്ട് 2 നൂറ്റാണ്ടോളം
പോർച്ചുഗീസുകാരുടെ സംരക്ഷണത്തിലായിരുന്നു പെരുമ്പടുപ്പ് സ്വരൂപം. ആഭ്യന്തര വൈദേശിക ശക്തികളിൽ നിന്നും കൊച്ചി രാജവംശത്തെ കാത്തതും പോർച്ചുഗീസ് സേനയായിരുന്നു. ലൂസോ ഡച്ച് യുദ്ധത്തിന് ശേഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊച്ചി രാജവംശത്തിന്റെ പങ്കാളി ആകുകയും പിന്നീടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് മാറുകയും ചെയ്തു. വളരെ വിസ്തൃതമായ പ്രദേശം കൊച്ചി രാജവംശത്തിനുണ്ടായിരുന്നു. കൊച്ചിയും അതിന്റെ അനുബന്ധ പ്രദേശങ്ങൾക്കും പുറമെ രാജവംശം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ വരെ വ്യാപിച്ചു കിടന്നിരുന്നു. തൃശ്ശൂരും കാലടിയും കൊടുങ്ങല്ലൂരുമൊക്കെ ഈ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേര് വരാനും കാരണമുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ രാജവംശത്തിന്റെ തലസ്ഥാനം പൊന്നാനിക്കടുത്തുള്ള പെരുമ്പടപ്പ് എന്ന സ്ഥലത്തായിരുന്നു. സാമൂതിരി രാജവംശം തിരുനാവായ യുദ്ധത്തിലൂടെ പൊന്നാനിയെ തങ്ങളുടെ രാജവംശത്തോട് ചേർത്തപ്പോൾ കൊച്ചി രാജവംശത്തിന്റെ ഭരണാധിപൻ കൊടുങ്ങല്ലൂരിലേക്ക് പലായനം ചെയ്യുകയാണുണ്ടായത്. കൊച്ചി കായലിലൂടെയുള്ള ഈ സഞ്ചാരം വളരെ രസകരമായ ഒന്നാണ്. വേമ്പനാട്ട് കായലും പെരിയാറും ഒന്നായി തീർന്ന് കടലിലേക്ക് സംഗമിക്കുന്ന കേന്ദ്രവും ഇവിടെയാണ്. കാറ്റേറ്റ് തീരത്തുള്ള നിർമ്മിതികളൊക്കെ കണ്ട് ചുറ്റി കാണുന്നത് വളരെ രസകരമായ ഒന്നാണ്. വലിയ വലിയ ഹോട്ടൽ ശൃംഖലകളും കൺവെൻഷൻ സെന്ററുകളും ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനവുമൊക്കെ ഇതിന്റെ തീരങ്ങളിലുണ്ട്. ലോകം ചുറ്റാനിറങ്ങിയ പാശ്ചാത്യ ദമ്പതികളുടെ ചെറിയ ഷിപ്പാണിത്. നൂതന രീതിയിലുള്ള ഡിസൈൻ ആണ് ഇതിന്റെ. ഭാഗം ഇത് പെരിയാറിന്റെ ഭാഗം, ഇത് വേമ്പനാട്ട്, ബാക്കിൽ വേമ്പനാട്ട് കായല്, മൂന്നും കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. വല്ലാർപാടം കണ്ടെയ്നറാണത്. കപ്പലിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. മെയിൻ സ്ട്രീമിലേക്ക് രാത്രി ഏറെ വൈകിയുള്ള ജങ്കാർ സർവീസാണിത്. ഒരു ദിവസത്തെ അലച്ചിലിനൊടുവിൽ
വീടെത്താനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും. ചരിത്രപ്രേമികൾക്ക് മട്ടാഞ്ചേരി ഒരു അനുഭൂതിയാണ്. വലിയ തിരകൾ മനസ്സിൽ അവശേഷിപ്പിച്ചാണ് ഏതൊരാളും മട്ടാഞ്ചേരിയിൽ നിന്ന് മടങ്ങുക. ഗതകാല പ്രതാപത്തിന്റെ തിരിശേഷിപ്പുകൾ പേറി മട്ടാഞ്ചേരിയും അതിൻ്റെ യാത്രകളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.